ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി സദ്യ സ്പെഷ്യൽ ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ്. സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവമാണ് നമ്മുടെ ഇഞ്ചിക്കറി. ഇതുണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇഞ്ചി വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 200 ഗ്രാം ഇഞ്ചിയാണ്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകി തുടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കണം. നമുക്ക് ഈ ഇഞ്ചി വറുത്തെടുക്കാനുള്ളതാണ്. അപ്പൊ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കുക. ഒത്തിരി കനത്തിലായാൽ ഇത് ഫ്രൈ ആകാൻ കുറേ സമയം എടുക്കും. ഇതാ ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതാ നമ്മുടെ ഇഞ്ചിയെല്ലാം ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പൊ അതാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഇഞ്ചി വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അപ്പൊ അതാ നമ്മുടെ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടാകുമ്പോൾ നമുക്ക് ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതാ നമ്മൾ നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടുണ്ട്. പക്ഷെ ഇത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അളവ് വളരെ കുറയും. പിന്നെ നമ്മൾ സദ്യയിൽ വിളമ്പുമ്പോൾ ഇഞ്ചിക്കറിയൊക്കെ കുറച്ചല്ലേ വിളമ്പുള്ളൂ. അപ്പൊ ഇതൊരു 10-15 പേർക്കുള്ള ഇഞ്ചിക്കറി ഉണ്ടാവും. ഇപ്പൊ ഞാൻ തീ കൂട്ടിയാണ് വെച്ചേക്കണത്. ഒരു പകുതി മൂപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് തീ കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യാം. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ അതാ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ കുറച്ചിടാം. ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചാൽ മതി. ഇഞ്ചിയുടെ ക്വാണ്ടിറ്റി ഒക്കെ നോക്കി നന്നായിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടി മൂക്കുമ്പോൾ ഇതിലും കുറയും. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇഞ്ചി വറുത്തെടുക്കാൻ മാത്രമാണ് നമുക്ക് കുറച്ച് സമയം കൂടുതൽ വേണ്ടത്. ബാക്കി ഇനിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ഇഞ്ചിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്തിരിയെങ്കിലും ബ്രൗൺ കളർ ആകണ്ട, ഇഞ്ചി കരിഞ്ഞു പോകും. അപ്പൊ നമ്മുടെ ഇഞ്ചിക്കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. സാധാരണ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പൊ നമ്മുടെ ഇഞ്ചി എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. ആറിയിട്ട് നമുക്കിത് മിക്സി ബൗളിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ ഇത് ചൂടാറട്ടെ, എന്നിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ഇഞ്ചിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്ക് മിക്സി ബൗളിലേക്ക് ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പൊ ഞാനിത് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പൊ നമ്മുടെ ഇഞ്ചി ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞെടുത്തപ്പോൾ നിറയെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പൊ നോക്കി ക്വാണ്ടിറ്റി വളരെ കുറഞ്ഞു. ഇനി ഇതോടെ മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ ഇഞ്ചി വറുത്ത അതേ എണ്ണ തന്നെയാണ് എടുത്തേക്കുന്നത്. കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. അത്ര നമുക്ക് ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നോട്ടെ. അതാ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളി വളരെ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 പച്ചമുളക്, അതും ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളർ ആകണം. ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തു. അപ്പൊ നല്ല ചൂടായിട്ടില്ലേ നമ്മുടെ എണ്ണ കിടക്കണത്. അപ്പൊ അതിലേക്ക് പൊടികൾ ചേർക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള മുളകിന്റെ എരിവിനനുസരിച്ച് ഇതിന്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴും എണ്ണയിൽ ചൂടുണ്ടല്ലോ, അതുകൊണ്ട് ആ ചൂടിൽ നമ്മുടെ പൊടികളുടെ പച്ചമണം മാറിക്കൊള്ളും. അപ്പോൾ അത് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്.
ഈ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമുക്കൊരു 8-10 സെക്കൻഡ് കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. പുളിവെള്ളം ചേർത്ത് കൊടുത്തു. പുളി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തത്. അത് 1 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുതിർക്കാനിട്ടു. കുതിർന്നതിന് ശേഷം നന്നായിട്ട് പിഴിഞ്ഞരിച്ചെടുത്ത് വെച്ച പുളിവെള്ളമാണത്. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 നുള്ള ഉലുവാപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയാണ്. ഇഞ്ചിക്കറിയിൽ ചെറുതായിട്ടൊരു മധുരം ഉണ്ടാവുമല്ലോ, അത് ഡിപ്പെൻസ് ആണ്. നിങ്ങൾക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്തണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം ശർക്കര ചേർക്കുന്നുണ്ട്. ഇത് അടുക്കൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, അതാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയ്ക്ക് എന്തെങ്കിലും അഴുക്കോ മറ്റോ ഉണ്ടെങ്കിൽ ഉരുക്കിയിട്ട് അത് അരിച്ചൊഴിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി പൊടിച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തിളച്ചിട്ട് നമ്മൾ ഇഞ്ചിക്കറിയുടെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ കൺസിസ്റ്റൻസി വരുന്നവരെ തിളപ്പിക്കുക. ഒത്തിരി തിക്കാക്കരുത്, അതേപോലെ തന്നെ ഒത്തിരി ലൂസും ആകരുത്. നമ്മൾ ഇലയിൽ വെക്കുമ്പോൾ അവിടെ തന്നെ ഇരിക്കണം, ഒഴുകി പോകാൻ പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ടേസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഇപ്പൊ അതാ ഈ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്. ഇതിന് ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് വരും. അപ്പം കറക്റ്റ് കൺസിസ്റ്റൻസി ആകും. അപ്പൊ ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറി. കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഓണത്തിന് എല്ലാവരും നമ്മുടെ ഇഞ്ചിക്കറി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.